സർവകലാശാലകളിൽ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് വീണ്ടും തിരിച്ചടിയേറ്റു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ അപ്പീലാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞത്. താൽക്കാലിക VCമാരുടെ സമയപരിധി 6 മാസമായി കുറയ്ക്കണമെന്നും സ്ഥിരം VCമാരെ നിയമിക്കണമെന്നും കോടതി സർക്കാരും ചാൻസലർക്കും നിർദ്ദേശം നൽകി. എന്തായാലും ഈ കോടതി ഇടപെടുന്നതുവരെ ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക കക്ഷികളെ കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു. തൽക്കാല പൂജ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതിന് എതിരായിട്ടുള്ള വലിയൊരു കടുത്ത വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. ഇനിയെങ്കിലും ഗവൺമെൻറ്റും സൽബുദ്ധി കാണിച്ച് അക്കാദമിക് മികവുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ നേരെയാക്കട്ടെ. താൽക്കാലിക VC നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ഇത് ചോദ്യം ചെയ്താണ് ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നേരിട്ടത് വലിയ തിരിച്ചടി. ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ കെ പ്രസാദിനും സ്ഥാനമൊഴിയേണ്ടി വരും. ചാൻസലർക്ക് സർവകലാശാലകളിൽ അധികാരമുണ്ട്. എന്നാൽ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനാകില്ല. VCമാരെ നിയമിക്കുമ്പോൾ ഒറ്റ പേരിലേക്ക് ചുരുങ്ങാതെ 3 പേരെങ്കിലും പരിഗണിക്കുന്നതാണ് നിയമപരമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സ്ഥിരം VC നിയമനത്തിലെ കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സ്ഥിരം VC നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.